ഇത് റൂട്ട് കണ്ട കമ്പിയൊക്കെ തെറ്റി വെച്ചിട്ടുണ്ട് മുകളിലോട്ട് കയറാൻ. 2 കൈ ഒരു പരുവായി പൊട്ടിയൊക്കെ ചെയ്തു കുറച്ച് സ്ഥലത്ത്. റിസ്ക് എടുത്തൊക്കെയാണ് കേസ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണം. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യും. ഈ വഴി കണ്ട ഞാൻ പറഞ്ഞിട്ട് നിങ്ങളാരും വരാൻ നിൽക്കണ്ട കേട്ടാ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റ മൈൻഡിൽ ഇല്ലീഗലിൻ്റെ ബാക്ക് സൈഡ് കാണാൻ പോയി ഗൈസ്. അപ്പോൾ ഇന്നലെ നമ്മൾ രാത്രി ഇറങ്ങിയായിരുന്നു. എനിക്ക് പനിയൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇന്നലെ ലൈവ് ഇട്ടപ്പോൾ പറഞ്ഞായിരുന്നു. അധികം മെമ്പേഴ്സില്ലായിരുന്നു ലൈവിൻ്റെ അകത്ത്. എന്നാലും കുറച്ച് പേരുണ്ടായിരുന്നു. അവർക്ക് ഞാൻ പറഞ്ഞായിരുന്നു പനിയായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ വണ്ടി ഇന്നലെ ഒന്ന് പോലീസുകാർ പിടിച്ചായിരുന്നു. അപ്പോൾ രാത്രി അപ്പോൾ ഒന്ന് ഒറ്റ മൈൻഡ് കയറി നേരെ ഇല്ലീഗലിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ ഇതുവരെ കൂട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് പോകണം, അത് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ മുട്ടം ജംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് ഇനി ഏതാണ്ട് 15 അറൗണ്ട് 16-17 അപ്പുറം കിലോമീറ്റർ കൂടെ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് പോണ വഴി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. പിന്നെ റൂട്ടും കാണിച്ചു തരാം. തിരിച്ചു വരാൻ നേരത്തെ ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. അങ്ങോട്ട് കയറിപ്പോൾ നമുക്ക് ഹെൽമെറ്റ് മൗണ്ട് ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. വീഡിയോ എടുത്താലും ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. കാരണം ഞാൻ പിന്നെ കുറേ കൂട്ടുകാരുണ്ട്, അവനെ കൊണ്ട് ഞാൻ വേണം ചെറുതായിട്ടൊക്കെ ക്ലിപ്പൊക്കെ എടുപ്പിക്കുക. അപ്പോൾ എന്തെങ്കിലും വീട്ടിലോട്ട് പോകാം. വീട്ടിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ അടിക്കണം, ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്തേക്കും. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ട്രാവൽ വീഡിയോസൊക്കെ ആണെങ്കിൽ നിങ്ങൾ പിന്നെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ചെയ്യാം. എന്തായാലും വീഡിയോ ഇട്ടോ ഗൈസ്. ഗൈസ് നമ്മളങ്ങനെ ഇല്ലിക്കലെത്തി. ഒന്നും കാണാനൊന്നും വേല. അപ്പോൾ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ സമയം എത്രയാടാ? സമയം 4:52 ഗൈസ്. ആ വേറെ കുറേ മെമ്പേഴ്സൊക്കെ താഴത്തേക്കുണ്ട്. ഇപ്പം കയറിയാലേ നല്ല വ്യൂവും കിട്ടത്തുള്ളൂ. അത് കാരണം നമ്മൾ ആദ്യമേ കയറാൻ പുറത്ത് കയറുന്നു. താഴത്തോട്ട് പോയില്ല കേട്ടാ. ആ ഗൈസ്, അപ്പോൾ കുറച്ച് വെളുത്തിട്ട് വരാം, ഒന്നും കാണാൻ വരാം. ഹേ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും ഇല്ലീഗലിൻ്റെ ബാക്ക് സൈഡ് എത്തിയിട്ടുണ്ട്. കണ്ട ഇതാണ് വീഡിയോസിലൊക്കെ കാണുന്ന കുരിശടി സെൻറ്റ് മേരീസ് ചർച്ച് എന്നൊക്കെ ഒരു ഇതുണ്ട്. ഇവിടെ ഈ പാറയിലൊക്കെ കുറേ പേരൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ വന്നപ്പോൾ ഭയങ്കര ഇരുട്ടായിരുന്നു. അപ്പം എന്നിട്ട് കയറാൻ ഭയങ്കര ടാസ്ക്കാണ് ഗൈസ്. ഇല്ല അവിടെ പോയി കുറച്ച് നേരം ഇരുന്നായിരുന്നു. അവിടെ താഴത്ത് നമ്മൾ വന്ന് കുറേ നടക്കാറുണ്ട് ഗൈസ്. ഇവിടെ വരുന്നവരാണെ സൂക്ഷിച്ചൊക്കെ വന്നില്ലെങ്കിൽ കുറച്ച് വള്ളി അങ്ങോട്ടൊക്കെ പോയെന്ന് ചത്തു ഉറപ്പാണ്. കുറേ ഇറങ്ങാറുണ്ട് അങ്ങോട്ട്. ഇച്ചിരി റിസ്ക് ആയിട്ടുള്ള ട്രക്കിങ് ആണ് ഇങ്ങോട്ട്. ഇതാണ് ഇല്ലീഗലിൻ്റെ ബാക്ക് സൈഡ്. അതാണ് കാണുന്ന ഇല്ലീഗൽ കല്ല്. എന്നിട്ട് അവിടെ ഒരു ഇത് ഉണ്ടാ കാണിച്ചു തരാം. എവിടെയത്? കാണണ പറ. അതാണ് ഇല്ലിക്കലിൻ്റെ ഫ്രണ്ട് സൈഡ്. മറ്റേ നിൽക്കാനുള്ള സ്പേസൊക്കെ ഉള്ള സ്ഥലം ഇല്ലാണ്ട് അവിടെ ഒരു വെട്ടം കണ്ട. അവിടെയാണ് അലമ്പഴിയാണ് അങ്ങോട്ട് കയറി വന്നത്. നല്ല ഇതൊക്കെ എങ്ങനെ മുകളിലോട്ട് വന്നടാ. സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ ഗൈസ്. ഗൈസ് അപ്പം ഉണ്ടാ ഇതാണ് ഇവിടെ കുറേ മറ്റേ ഇല്ലിമുളയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. ലവന്മാരിൽ ഇറങ്ങിപ്പോണം. നമുക്ക് ഇറങ്ങാം. ഇതാ കാണുന്ന റോഡ് ഉണ്ടോ? അലമ്പഴ ഇങ്ങോട്ട് വന്ന. പക്ഷെ ഇവിടുന്ന് നോക്കുമ്പോൾ തൊട്ട് പറ്റിയാണ് ഗൈസ്. പക്ഷെ കുറേ ഉണ്ട്. എടാ ഈ റോഡിൽ കൂടെയാണോ നമ്മൾ വന്നത്? ഇതാ കാണുന്ന റോഡിലാണോ നമ്മൾ വന്നത്? നമുക്ക് ഇതിലും വഴി വല്ല ഷോർട്ട് കട്ട് ഉണ്ടാകുന്ന നോക്കിയാലെന്നാ ഗൈസ്. അതാണ് റോഡ്. പക്ഷേ ഇവിടെ ഇതിലും വഴി പോകാനാണെങ്കിൽ കുറേ ഇറങ്ങാനുണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ കുറേ നല്ല രീതിക്ക് ഇറങ്ങാനുണ്ട്. ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി വള്ളി പിടിച്ച ട്രക്കിംഗ് ആയിപ്പോയി ഗൈസ്. ഞാൻ ഓർത്തില്ല ഇത് ഇത്രയും സീനായിരിക്കും. എൻ്റെ പൊന്നെ, എന്നാൽ വ്യൂ കൊള്ളാം മുകളിലത്തെ. പക്ഷെ ഇച്ചിരി പാടാണ്. എൻ്റെ ഈ ചെരുപ്പാണെങ്കിൽ പരുവം കണ്ട മൊത്തം പണി തീർന്നു. ഫുള്ള് ചെളിയാണ് ഇവിടെ. തെന്നി പോയെന്നാൽ അങ്ങോട്ട് പോവുകയും ചെയ്യും. പല്ലും ഇടിക്കും, പല്ലും പോവും, ചിലപ്പോൾ ചത്തും പോവും. ഇത് കണ്ട താഴത്തോട്ടൊക്കെ കണ്ട ഗൈസ്. ഞാനിങ്ങനെ അഡ്വഞ്ചറായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ട് കുറവാണ് ഗൈസ്. സപ്പോർട്ടൊക്കെ ചെയ്ത് നമുക്ക് അടിപൊളി വീഡിയോസൊക്കെ ചെയ്യാം. ഇതുപോലെ ഇതിലും വഴി പോവുകയാണെങ്കിൽ ആ ഇല്ലിക്കല്ലിൻ്റെ ബാക്ക് സൈഡിലത്തെ ഒരു കല്ലുണ്ട്. അതിൻ്റെ മുകളിൽ പോയി കയറാൻ പറ്റും. പക്ഷെ അങ്ങോട്ട് പോകുന്നില്ല ഇപ്പോൾ. അത് തീയൊക്കെ പിടിച്ചിട്ട് കുറച്ച് സീനായിട്ട് ഇറങ്ങി. പനിയൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു.
എന്താ അടിപൊളിയല്ലേ? എടാ എല്ലാം എടുത്തില്ലേടാ? നോക്കി എൻ്റെ പൊന്നു കേസ് അവിടെ കോടയെന്ന് പറഞ്ഞാൽ ഭയങ്കര കോടയാണ്. എന്നിട്ട് കയറി വന്നപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഈ ഫ്ലാഷില്ലാതെ കയറാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു കൈ ഈ ടോർച്ചും ഫ്ലാഷും തെളിച്ച് പിടിച്ച് ഒരു കൈ വെച്ച് പാറ വേണ്ട പോകോ പാറയിലും ബാലൻസ് ചെയ്ത് വരുമ്പ ഇച്ചിരി വള്ളിയാണ്. തിരിച്ചിറങ്ങുന്ന നേരത്ത് ഞാൻ മൊത്തം താഴത്തോട്ടിറങ്ങണ ഫുൾ വ്ലോഗ് ചെയ്യുന്ന നല്ല ലെങ്ത്തുമായി പോകും. അത് തന്നെയല്ലേ ചിലപ്പോൾ താഴത്തോട്ട് വീണാൽ പണിയും കിട്ടും. അത് കാരണം ഞാൻ താഴെ എത്തിയിട്ടേ ഇപ്പോൾ ബാക്കി കാണിക്കത്തുള്ളൂ. അവിടെ ഇപ്പോൾ മുകളിൽ ഇതാ എൻ്റെ കൂടെ ഒന്ന് കാണിച്ചിട്ട് ഞാൻ വീഡിയോ എൻ്റെ ആക്കത്തില്ല. എൻ്റെ താഴത്ത് നമുക്ക് പോകാൻ നേരത്തുള്ള വ്യൂസൊക്കെ കാണിച്ചു തരാം. ഭയങ്കര കാറ്റാണ് കേട്ടോ, നല്ല കാറ്റുണ്ട്. അയ്യോ ഞാൻ പറയണ കേൾക്കാൻ പറ്റുമോയെന്ന് അറിയാമല്ലേ? നോക്കി ഇതവിടെയാണ് ആ കുരിശ്. ഞങ്ങൾ വന്നപ്പോൾ അത് ഇവിടെയാണ് ഇരുന്നത്. പിന്നെ 5 മണി കഴിഞ്ഞ് അതിൻ്റെ മുകളിലോട്ട് കയറാറുള്ളൂ. അങ്ങനെ എന്തോ സീനൊക്കെ ഉണ്ട്. എടാ അവിടെ നിന്ന് വീഴല്ലേ താഴത്തോട്ട്. അല്ലാതെ നമ്മൾ കയറിയാണെങ്കിൽ പോലീസുകാരും വള്ളിയാണ്. അത് തന്നെയല്ല ഇതിലൊക്കെ ഉള്ളത് ഇത്രയും ഹൈറ്റിലായാലും നല്ല രീതിക്ക് കിട്ടും നമുക്ക്. ഞങ്ങൾ ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ മുകളിൽ നിന്ന് കിരി എന്നൊക്കെ സൗണ്ട് കേൾക്കണ്ടേ. ഞങ്ങൾ ഓർത്ത് തിരുവില്ലാണ് താഴത്തോട്ടുണ്ടാകും. എൻ്റെ മോനെ ഇതിനും വഴി വഴിയുണ്ട് താഴത്തോട്ട് പോകാനുള്ള. വഴിയുണ്ടായിരുന്നേ എളുപ്പമായിരുന്നു. അല്ല ഇത് വേറെ റൂട്ടാണ്. ഇങ്ങോട്ട് കയറുന്നപ്പോൾ കടയൊന്നും കണ്ടില്ലായിരുന്നു. പക്ഷേ അല്ല അവിടെ കാറ് കിടപ്പുണ്ടായിരുന്നു, അത് ശ്രദ്ധിച്ചായിരുന്നു. എന്തായാലും കൊള്ളാം കേട്ടോ, കിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ അതിന് താഴത്ത് നിന്നിട്ട് ഇറങ്ങിയത്. അപ്പോൾ ആ കൂടുതലും കാണിച്ചു തന്നത് എനിക്ക് താഴത്തോട്ട് ഇറക്കലാണ്. ഉണ്ടല്ലോ എന്തായാലും ചുറ്റിന് അവിടെ കണ്ട നല്ല തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റടിച്ചിട്ടിരിക്കണത്. അവിടെ നിന്ന് ഇപ്പോൾ കോട മാറിയിട്ടൊന്നുമില്ല. അവിടെയും കോടയുണ്ട്, ഇവിടെയും കോടയുണ്ട്, എല്ലായിടത്തും കോടയുണ്ട്. എന്തായാലും ഞാൻ താഴത്തിറങ്ങിയിട്ട് ഇറങ്ങി. അപ്പോൾ താഴത്തിറങ്ങിയിട്ട് വേണം. ഇത് അവിടെ ചെല്ലാണ് ഇനി. എല്ലാം വഴിയൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല, കുറേ കറങ്ങി വേണം ഇറങ്ങാൻ. ഞാൻ ചേട്ടയ്ക്ക് വേണമെങ്കിൽ ക്ലിപ്പ് എടുക്കാൻ നോക്കാം. ടാസ്കുള്ള സ്ഥലത്ത് കാണിച്ചു തരാം. താഴത്തിട്ട് വരാം. ഇത് റൂട്ട് കണ്ട കമ്പിയൊക്കെ തെറ്റി വെച്ചിട്ടുണ്ട് മുകളിലോട്ട് കയറാൻ. ഇതുണ്ടാ ഇച്ചിരി ടാസ്ക് പിടിച്ച വഴിയാണ്. വീഡിയോ എടുത്തോണ്ട് ഇറങ്ങിയ പണി കിട്ടും. ഞാൻ എന്തായാലും താഴത്തിറങ്ങിയിട്ട് വരാം കേട്ടോ. എനിക്കിവിടെ ഇരിക്കാൻ പോലും പറ്റില്ല, തെന്നിപ്പോയാൽ താഴത്തോട്ട് പോകും. താഴത്തെത്തിയിട്ട് വരാം കേസ്. എൻ്റെ കേസ് ഒരുമാതിരി ഇച്ചിരി താഴത്തെത്തി. ഈ വഴി കണ്ട ഞാൻ പറഞ്ഞിട്ട് നിങ്ങളാരും വരാൻ നിൽക്കണ്ട കേട്ടോ. എന്തെങ്കിലും പറ്റിപ്പോയെന്നാൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഭയങ്കര ടാസ്ക് പിടിച്ച റൂട്ടാണ്. മഴ വല്ലതും ഇതൊന്നും കയറാനും വരുന്നില്ല, ഇറങ്ങാനും വരുന്നില്ല. മുകളിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് വേണമെങ്കിൽ ഇറങ്ങണത് വള്ളിയാവും. ഭയങ്കര ഈ മണ്ണ് പാറയുടെ പൊടികളാറിനെ ഭയങ്കര തെന്നലും ഉണ്ട്. കയറാനും പാടാണ്, ഇറങ്ങാനും പാടാണ്. എൻ്റെ കാലൊന്നും മേലെ ഇതുണ്ട്, പാറ പിടിച്ച് വേണം ഇറങ്ങാൻ. 2 കൈ ഒരു പരുവായി പൊട്ടിയൊക്കെ ചെയ്തു കുറച്ച് സ്ഥലത്ത്. ഇത്ര റിസ്ക് എടുത്തൊക്കെയാണ് കേസ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണം. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യും വേണ്ട. ഇപ്പോൾ നമ്മൾ ഏകദേശം താഴത്തെത്തിയോ കണ്ട റോഡാണ്. കുറച്ച് താഴത്തെത്തിയിട്ടില്ല, ഇനിയും പോകാണ്ട്. എന്തായാലും താഴത്തെത്തിയിട്ട് വരാം കേസ്. എൻ്റെ പൊന്നു കേസ് താഴത്തെത്തി നമ്മൾ. അമ്മേ അയ്യോ വേണ്ട. നമ്മുടെ ഫ്രണ്ടേ ഒരു മയിലോടി വന്നത് നമ്മളെ കാണാനില്ല. താഴത്തെത്തിയിട്ടുണ്ട്, വേഗതയുണ്ട്. അയ്യോ ഇവൻ കഴപ്പന ഇല്ലേ എൻ്റെ പൊന്നി നടുവ് കൂടി മേല ചത്തിരിക്കുക.
കുറച്ചേരം ഇരിക്കട്ടെ മേലെ. ശ്വാസം പോലും വിടാൻ വരമേ എൻ്റെ പൊന്നു ഗൈസ്. അയ്യോ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ട്രക്കിങ് ആണത്. ഓഫ് റോഡ് വണ്ടിയൊക്കെ എത്തിയിട്ടുള്ള അതല്ലാതെ ട്രക്കിങ് അങ്ങനെ കേട്ടില്ല എൻ്റെ ഇതുവരെ. ഇത് നല്ല ട്രക്കിങ് ആയിപ്പോയി എൻ്റെ പൊന്നെ. നല്ല പൊക്കമുണ്ട് ഗൈസ്. അതിന് കുത്തനെയുള്ള കയറ്റവും ഇറങ്ങാനും നേരത്തെ കഷ്ടപ്പെടും. ഇതിൽ വന്നുണ്ട് അവന് കഴപ്പാണ് എൻ്റെ പൊന്നെ. ആ സ്പീഡിലാണ് ഇറങ്ങിയത് ആ പാട്ടും കേട്ടോണ്ട്. അവൻ ഷൂ ആയിട്ടേക്കണം, കാരണം വലിയ കുഴപ്പമില്ല. എൻ്റെ ചെരുപ്പായ കാരണം ഗ്രിപ്പ് കിട്ടണമായിരുന്നു. കാലിന് മേലെ ഒരു വരുവായി. കളർ നോക്കിയാൽ അതിലേക്ക് കറുത്തിരുണ്ടിരിക്കും. കൈയുടെ പമ്പിലെ കടലങ്ങനെയൊക്കെ പോയി മൊത്തം ഒന്ന് വാഷ് ചെയ്ത് സെറ്റാക്കണം. കുറേ പേര് ഇപ്പോൾ മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. ഇവിടെ തന്നെ നല്ല വ്യൂ ഉണ്ട് ഗൈസ്. അവിടെ മലയൊക്കെ ഉണ്ട്. ഏതെന്തായാലും നോക്കി ഇനി താഴ്ത്തി നിന്നിട്ട് വരാം. ഗൈസ് നമ്മളങ്ങനെ പോയി. ഫോണ് താഴ്ത്തു പോകാൻ അറിയാൻ പറ്റില്ല. ഈ മൗണ്ട് ഞാൻ പുതിയ മേടിച്ചായിരുന്നു. നമ്മൾ മറ്റേ മൗണ്ട് മൂന്നാർ പോയി ഇപ്പോൾ ഒടിഞ്ഞു പോയായിരുന്നു. മൂന്നാറ് ട്രിപ്പ് കഴിഞ്ഞപ്പോൾ കുറേ നഷ്ടം വന്നായിരുന്നു ഗൈസ്. കയറി. ഈ വണ്ടി നമ്മുടെ ഫസ്റ്റ് ട്രിപ്പായത്. എല്ലാം എടുത്തല്ല. കാലൊക്കെ നിന്ന് വിറക്കണം. നല്ല തണുപ്പുണ്ട്. ഫോണ് താഴ്ത്തു പോകാൻ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. ഇത് സാമാനത്തിനൊരു ഇളക്കമുണ്ട്. ഇതിന് ഫോണായിട്ട് നോക്കിക്കൊണ്ടിരുന്ന ബാലൻസ് പോയി ചിലപ്പോൾ താഴത്തോട്ട് പോകും. ചേച്ചിയൊക്കെ വ്യൂ കാണാൻ പോവുകയാണ്. അതിൻ്റെ മുകളിലോട്ടൊക്കെ കയറി ചെന്ന് എന്നില്ലാനാണ് ചത്തു പോലൊക്കെയാണ് കയറണേക്ക്. അത്യാവശ്യം ഏജ് കുറഞ്ഞവർക്കല്ലാതെ കയറാൻ ചിലപ്പോൾ പാടായിരിക്കും. മുട്ടുവേനയൊക്കെ എടുക്കും. എനിക്ക് തന്നെ മുട്ടുവേന എടുത്തിട്ട് മേലായിരുന്നു തിരിച്ചിറങ്ങിയപ്പോൾ. ഇതിന് വഴി വണ്ടി പിടിച്ചിട്ട് സൂക്ഷിക്കണം. ഇതുപോലെ കുറേ കുഴി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വെള്ളം പോകാൻ വേണ്ടി. അല്ലേന്ന് കുഴി തന്നെ വെള്ളം പോകാൻ വേണ്ടി കുറേ ഉണ്ട് കുഴി. അവിടെ ഉണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്ന വഴി ഇരുട്ടും കൂടെ കാരണം ശ്രദ്ധിച്ചില്ലായിരുന്നു കുറേ വട്ടം. ഇത് കണ്ട കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ എല്ലായിടത്തും. അവിടെ പിന്നെ വേറൊരു സാധനമുണ്ട് കേസ് ഇവിടെ, ഞാൻ കാണിച്ചു തരാം. അത് നമുക്ക് വണ്ടി ഓഫാക്കിയിട്ട് ഇറക്കാമായിരുന്നു. ഓഫാക്കിയിട്ട് ഇറക്കാം, കുറച്ച് മൈലേജ് പിടിക്കും. അഥവാ ഓഫാക്കിയിടുകയാണെങ്കിൽ നിങ്ങൾ ന്യൂട്രൽ ഇട്ടേക്കണം കേട്ടോ. അല്ല ന്യൂട്രൽ ഇടല് ഗിയർ ഇട്ടേക്കണം, ഇല്ലെങ്കിൽ പണി കിട്ടും. ബ്രേക്ക് അഥവാ ഈ ഡിസ്ക് ബ്രേക്ക് കാരണം കുറച്ച് നമ്മൾ പിടിച്ച് കഴിയുമ്പോൾ ബ്രേക്ക് പോകും. അപ്പോൾ നമ്മൾ ക്ലച്ചൊന്ന് വിട്ട് കൊടുക്കുകയാണെങ്കിൽ ഗിയർ ലോക്കായി വണ്ടി ഇറങ്ങിക്കോളും. അല്ലേ ബ്രേക്ക് പോയെന്നാൽ നേരെ അടിയിലോട്ടായിരിക്കും പോണത്. എന്നിട്ട് സ്റ്റാർട്ടാക്കി കഴിയുമ്പോൾ കിൽ സ്വിച്ച് ഓഫ് ആക്കണം. എന്നിട്ട് ക്ലച്ചേ പോകണം വണ്ടി. ബ്രേക്ക് ചെറുതായിട്ടൊന്ന് കാല് വെച്ചേക്കണം. തനിയെ വണ്ടി സ്റ്റാർട്ടാകണം. നമ്മളെ ക്ലച്ച് ചെറുതായിട്ടൊന്ന് വിടാൻ നേരത്ത് സ്റ്റാർട്ടായി പോണത്. നമ്മൾ തനിയെ ഇതായിട്ട് സ്റ്റാർട്ടാക്കണമല്ല. അവിടെ ഒരു കയറ്റമുണ്ട്. അപ്പോൾ എന്തായാലും സ്റ്റാർട്ടാക്കേണ്ടി വരും. ഇത് ഇറക്കവും കയറ്റവുമായിട്ടാണ് ഈ വഴി മൊത്തം.
ഗൈസ് ഇവിടെ ഒരു മറ്റേ നിങ്ങൾ ഒരു വീഡിയോക്കകത്ത് കണ്ട കാറില്ലേ, ഏതായിരുന്നു അതിൻ്റെ പേര്? ഡസ്റ്ററാ, റെഡ് ഡസ്റ്ററാണെന്ന് തോന്നുന്നു. അത് കത്തിക്കരിഞ്ഞ് കിടക്കണത് ഇവിടെ ആയിട്ടാണ്. ഞാനത് കാണിച്ചു തരാം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടായിരുന്നു, പക്ഷേ രാത്രി ഇരുട്ടായ കാരണം ഞാൻ നിർത്തിയില്ല വണ്ടി അവിടെ. വണ്ടി നിർത്തിയാണെങ്കിൽ കാണാൻ പറ്റത്തില്ല, എന്തായാലും വെട്ടയില്ലായിരുന്നല്ലോ, അതേ കിടക്കണം ഗീസ്. മറ്റേ വണ്ടി അയ്യോ ഇപ്പോൾ പോയത് ഗൈസ്. ഡസ്റ്ററാണ്, ഡസ്റ്ററല്ലേ അത്? പരുവെന്ന് നോക്കിയാൽ അതിൻ്റെ ഇവിടെ എന്തോ പ്രേതത്തിൻ്റെ സെറ്റപ്പ് അങ്ങനെ എന്താണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാണാനില്ലല്ല. ഇവിടെ വീഡിയോ കൊണ്ടൊക്കെ ഉണ്ടെന്ന് ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ അവിടെ കുറേ എണ്ണം. നമ്പർ നോക്കിയാൽ അതിൻ്റെ KL 07 CD 8595. എന്തായാലും പോവാം. ന്യൂട്രായിരുന്നു. അങ്ങനെ ഗിയറിടല്ലേ ചേട്ടാ, ഗിയറിട്ട പണി കിട്ടും. കാരണം നമ്മളെ പല്ലിന് ചിലപ്പോൾ പണി കിട്ടും. ഞാൻ ശ്രദ്ധിച്ചില്ല, ന്യൂട്രായി പോയത്. വണ്ടിക്ക് ഈ റണ്ണിങ് ഗിയറിട്ട പണി കിട്ടും. ഗിയർ ഇടണമെങ്കിൽ നിങ്ങൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം ഗിയറിടെ. എന്നിട്ട് ഫുൾ ക്ലച്ച് ഇങ്ങനെ പിടിച്ച് വെച്ചാൽ മതി. ആവശ്യം വരുമ്പോൾ ഇങ്ങനെ റിലീസ് ചെയ്ത് കൊടുക്കുക. എന്താ അപ്പോൾ വണ്ടി ചട്ടായിക്കോളൂ. കയറുന്ന റൂട്ടും കൂടെ ഞാൻ കാണിച്ചെന്ന് വെച്ചാൽ വീഡിയോ എൻഡ് ചെയ്യേണ്ട കേസ്. അപ്പോൾ കുറച്ചുകൂടെ പോകാണ്ട് ഞാൻ കാണിച്ചു തരാം. ഒരു പള്ളിയുടെ ഓപ്പോസിറ്റ് നിന്നാണ് ഇങ്ങോട്ട് കയറുന്ന റൂട്ട്. മുട്ടൻ ജംഗ്ഷൻ മിക്കവർക്കും അറിയാൻ പറ്റും. ഗൂഗിൾ മാപ്പിൽ ഇല്ലിക്കൽ ബാക്ക് സൈഡ് സെർച്ച് ചെയ്താൽ മതി. അങ്ങനെ സെർച്ച് ചെയ്താൽ കിട്ടും. ഞങ്ങൾ അങ്ങനെ സെർച്ച് ചെയ്യേണ്ട വന്നാൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് വന്നത് ഇവിടെ. ഗൂഗിൾ മാപ്പ് ഒന്നും നോക്കാതെ വന്നെങ്കിൽ മുട്ടം ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ വന്നിട്ട് അവിടുന്ന് കുറച്ചുകൂടെ ഫ്രണ്ടോട്ട് വന്നിട്ട് റൈറ്റ് കയറണം. റൈറ്റ് കയറിയിട്ട് കുറച്ച് വരുമ്പോൾ കുറച്ച് ഉള്ളിലോട്ട് വരണം. ഒരു നയാറയുടെ പമ്പൊക്കെ ഉണ്ട്. ആ പമ്പ് കഴിഞ്ഞ് വരുമ്പോൾ പമ്പ് കഴിഞ്ഞ് കുറച്ച് വരാൻ നേരത്ത് ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ ഓപ്പോസിറ്റ് ആണ് ലെഫ്റ്റിലോട്ടുള്ള റോഡാണ്. ആ റോഡ് ഒരു കാട്ടുവഴി പോലത്തെ റോഡാണ്. ആ റോഡിൽ കയറി കുറച്ച് ഓടിക്കഴിയാൻ നേരത്ത് പിന്നെ നമ്മൾ ഈ മലയുടെ മുകളിലോട്ട് കയറാനുള്ള റോട്ടിൽ കയറും. അതാണിപ്പോൾ ഈ റോഡ്. ആ റോഡിൽ കയറിയാൽ മുകളിലോട്ട് ചെല്ല. വണ്ടി ഓഫാക്കിയിട്ടേക്കാം. മൈലേജ് പിടിക്കാനാണ് നോക്കണത്. നമുക്ക് പാഞ്ചാലിമേടെ ഒരു വട്ടം കൂടെ പോകണം കേസ്. നമ്മൾ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നായിരുന്നു. പിന്നെ കേസ് ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. നമ്മുടെ 100ാമത്തെ വീഡിയോ ആണ്. നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ട് തുടങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം. 101ാമത്തെ വീഡിയോ അത് ചെയ്യാം. ഇത് നമ്മുടെ 100ാമത്തെ വീഡിയോ ആണ്. നമ്മുടെ ഫസ്റ്റ് വ്ളോഗ് പാഞ്ചാലിമേട് അല്ലായിരുന്നു. എന്നാലും ഞാൻ ഇതുപോലെ വ്ളോഗായിട്ട് പറഞ്ഞു ചെയ്തത് പാഞ്ചാലിമേടായിരുന്നു. അത് ഹെഡ്സെറ്റൊക്കെ വെച്ച് ഞാൻ പറഞ്ഞു ചെയ്തത്. പിന്നെ അതിന് മുന്നേ ചെയ്തത് മറ്റേ ടെയിൽറ്റേഡിയുടെ വീഡിയോ ആയിരുന്നു കേസ്. ഈ FC-ക്ക് ടെയിൽറ്റേഡ് സെറ്റ് ചെയ്യണത്. അതിനെക്കുറിച്ച് എന്തായാലും ഞാൻ അടുത്ത വീഡിയോ 101ാമത്തെ വീഡിയോ സെറ്റാക്കാം. 100 വീഡിയോ ആയി കേസ്. എന്നിട്ട് എനിക്കിതുവരെ അങ്ങനെ റീച്ചും കാര്യങ്ങളൊന്നും അങ്ങനെ കൂടുതൽ വന്നിട്ടില്ല. സബ്സ്ക്രൈബേഴ്സ് 2100 സംതിങ് ആയി. എന്നാലും റീച്ചൊന്നും അങ്ങനെ വന്നിട്ടില്ല. സബ്സ്ക്രൈബേഴ്സ് 100 വീഡിയോ ചെയ്തിട്ട് കുറവാണ്. സപ്പോർട്ട് പോരെ കേസ്, സപ്പോർട്ട് ചെയ്യും. എന്നാലേ അതേത് വഴിയാ? വേറെ വഴിയാ. എനിക്ക് വീഡിയോ ചെയ്യാനൊക്കെ ഒരു ത്വര ഉണ്ടാകത്തുള്ളൂ. നല്ല മറ്റേ ഇതിൻ്റെ വേണം. എന്തുവായിരുന്നു അതിൻ്റെ പേരെന്നായിരുന്നു? കാപ്പിക്കുരുവില്ലേ? കാപ്പിക്കുരുവിൻ്റെ വേണം. നല്ല രീതിക്ക് കഷ്ടപ്പെട്ടാണ് കേസ് ഓരോ യൂട്യൂബേഴ്സും ചെയ്യണത്. അപ്പോൾ നിങ്ങൾ
നിങ്ങൾ അതിനൊക്കെ അവർ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവർക്കും ഹാപ്പി, നിങ്ങളും ഹാപ്പി, എല്ലാവരും ഹാപ്പി. കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതുപോലെ റെക്കോർഡ് ചെയ്യാനും പിന്നെ അതിൻ്റെ പുറകെ എടുക്കണ എഫോർട്ട് എന്ന് പറയുമ്പോൾ നല്ല രീതിക്കായിരിക്കും. വീഡിയോ എഡിറ്റ് ചെയ്യാൻ ആണെങ്കിൽ തന്നെ ഇപ്പോൾ ഞാനെടുത്ത വീഡിയോ തന്നെ കുറേ ഉണ്ട്. അതിൻ്റെ ഓരോ ക്ലിപ്പൊക്കെ നോക്കി പാർട്ട് ആക്കി എല്ലാം കൂടെ നോക്കി സെറ്റാക്കി വരുമ്പോൾ ഒരു സമയമാവും. പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്യണം നമ്മുടെ ഫോണിൽ തന്നെ. ക്യാപ് കട്ട് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. ആ ആപ്ലിക്കേഷനിൽ VPN ഓണാക്കിയാലേ അതിൻ്റെ അത് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. VPN കണക്ട് ചെയ്ത് ക്യാപ് കട്ടിലാണ് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യണത്. അത് കുറച്ച് പാട് പിടിച്ച പരിപാടിയാണ്. അതിൻ്റെ അകത്ത് ഒന്നാമത് ലെങ്ത്തുള്ള വീഡിയോ ഒക്കെ അതിൻ്റെ അകത്തോട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് വേണം എഡിറ്റ് ചെയ്യാൻ. അതിൻ്റെ അകത്തോട്ട് ഇടാൻ നേരത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഫോണ് ഭയങ്കര ലാഗാണ്. ഇതിൻ്റെ അല്ലാതെ തന്നെ ഈ യൂട്യൂബിൻ്റെ കുറേ വീഡിയോ എടുക്കണ കാരണം ഫോൺ നല്ല രീതിക്ക് ലാഗാവും. പിന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ് കേസ്. അപ്പം ഈ ലാഗ് വരുമ്പോൾ എന്നിട്ടും നമ്മൾ എഡിറ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെ ഉണ്ടാക്കാം. പിന്നെ ഞാൻ ഇടയ്ക്ക് ഐഫോൺ ഷൂട്ട് ചെയ്ത വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ അകത്തിട്ട് ഇടും. അത് ഐഫോണിൻ്റെ വീഡിയോ അങ്ങനെ ഇട്ടെന്നാൽ തീർന്നു. ഫോണ് പിന്നെ കുറച്ച് നേരത്തേക്ക് അങ്ങോട്ട് ഓഫാക്കി വെച്ചാൽ മതി, ഇരുന്ന് പോകും. അങ്ങനത്തെ ഒരവസ്ഥയാണ്. പിന്നെ ഫോണ് അതിൻ്റെ അകത്തുള്ള ഈ പഴയ വീഡിയോസൊക്കെ ഇല്ല, അതൊക്കെ ഡിലീറ്റാക്കി ഫോണൊന്ന് റീബൂട്ട് ചെയ്ത് മൊത്തം റീഫ്രഷ് ചെയ്തെടുക്കുമ്പോൾ റെഡിയാവും. എന്നിട്ടാണ് എഡിറ്റ് ചെയ്യണത്. നിങ്ങളൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഗോപ്രോയും മേടിച്ച് ഒരു ലാപ്പൊക്കെ മേടിക്കാം. ആ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് പിന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെന്തായാലും ആ പള്ളിയുടെ പറ്റിയത്താറായിട്ടുണ്ട് കേസ്. അതിൻ്റെ നട കാലിട്ട് കുത്തിയത്. വിശക്കണുണ്ട് കേസ് നമുക്കപ്പോൾ. എന്തായാലും ആ പള്ളിയുടെ അവിടെ നിന്നുള്ള എൻട്രൻസ് ഇങ്ങോട്ടുള്ള എൻട്രൻസ് കാണിച്ചിട്ട് പോയി ഫുഡ് കഴിക്കണം. എന്നിട്ട് നേരെ വീലോട്ടാം. അപ്പോൾ എന്തായാലും സമയം എത്ര മണിയായി? 7:30 എന്തോ ആയി. നമ്മൾ ഇന്നലെ നൈറ്റ് വന്നതായിരുന്നു. അപ്പോൾ 7:30 എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഈ നമ്മളെ ഉപയോഗം കൊണ്ട് വീഡിയോസൊക്കെ അത്യാവശ്യം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതും കൂടെ കാണിച്ചിട്ട് നമ്മൾ വീഡിയോ എൻഡ് ചെയ്യണം കേസ്. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ പോയി എന്നായിരുന്നു ഫുഡ് കഴിക്കണം. നല്ല വിശപ്പുണ്ട്. ഒരമ്പലം ഇതാണ് കേസ് എൻട്രൻസ്. ഇവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് വന്നിട്ടാണ് ഇങ്ങോട്ട് കയറിയത്. നമ്മൾ ആദ്യമേ അങ്ങോട്ട് പോയി, അങ്ങോട്ട് കുറേ പോയായിരുന്നു. എന്നിട്ടാണ് ഇങ്ങോട്ട് കയറിയത് നമ്മൾ. അവിടെ നിന്നാണോ വന്നത്? എവിടെ നിന്നാണോ വന്നത് നമ്മൾ? ഇതിന് മുൻപ് എടാ നമ്മൾ ഇങ്ങനെ വന്നിട്ട് വഴി തെറ്റിപ്പോയില്ലേ അങ്ങോട്ട്? ഈ ഓട്ടോക്കാരൊക്കെ ചോദിക്കാം എങ്ങനെ ചേട്ടാ ഈ മുട്ടൻ ജംഗ്ഷനിലോട്ട് എങ്ങനെ പോണം? ആ എടാ പോടാ ഇറക്കണം. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു വെച്ചും കേസ് ഇവന് വഴി അറിയാൻ മേല, ഒരു കോപ്പ് അറിയാൻ മേല. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് വഴി തെറ്റിപ്പോയിട്ടാ. ഏതാടാ വഴി? ഗൈസ് നമ്മൾ ആ പള്ളി കാണാനില്ല കേട്ടാ, വഴി മാറിപ്പോയെന്ന് തോന്നുന്നു. ഒരു പള്ളി ഉണ്ടായിരുന്നു എന്തായാലും. ഇപ്പം ഇവിടുന്ന് ആ ചേട്ടന്മാരൊക്കെ ഉണ്ടല്ലോ, അവിടെ നിന്നാണ് അങ്ങോട്ട് കയറി പോകേണ്ടത്. ഒരു പള്ളിയിലൂടെ ഞങ്ങൾ കയറിയത്, എന്തായാലും വഴി മാറിപ്പോയി. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ കേസ്. അപ്പോൾ അതിന് പരിപാടിയൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.